ഡോക്ടർ പ്രേംകുമാർ കൂടി ചേരുകയാണ്. ശ്രീ പ്രേംകുമാർ, നോക്കൂ, 57-ലെ ആദ്യ തെരഞ്ഞെടുപ്പിൽ കണാറിനെതിരെ CH കണാറിനെതിരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ പോസ്റ്റർ പ്രചാരണം നടത്തുന്നു, മത ധ്രുവീകരണം നടത്തുന്നു. അതിനെ ഈ തെരഞ്ഞെടുപ്പിലെ വടകരയുടെ സാഹചര്യവുമായി ചേർത്ത് ഇത് രണ്ടും ഒന്ന് തന്നെയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. ഒരു മാധ്യമപ്രവർത്തകൻ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലിരുന്ന് ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ അതിന് ചരിത്രത്തിന്റെ പിൻബലം ഉണ്ടാകേണ്ടതല്ലേ? അത് ഏത് തരത്തിലാണ് താങ്കൾ അത് പറയുന്നത് എന്ന് വിശദീകരിക്കേണ്ട ബാധ്യത അവർക്കില്ലേ? ഇതില് ഞാനിപ്പം സനോജിന്റെ അവസാനത്തെ വാക്കുകൾ കേൾക്കുകയായിരുന്നു. അതായത് സംഘപരിവാർ ഇത്തരം കാര്യങ്ങളിൽ നടത്തുന്ന പ്രചരണത്തിന്റെ ഒരു രീതിയുണ്ട്. അതിനെ പോലും കടത്തി വെട്ടുന്ന രീതിയിലാണ് മീഡിയ വണ്ണിന്റെ ഔട്ട് ഓഫ് ഫോക്കസും ദാവൂദും അത് കോപ്പി അടിച്ച് അതുപോലെ ദാവൂദ് ചുമച്ചതുപോലെ ചുമക്കുക പോലും ചെയ്തുകൊണ്ട് പിറ്റേ ദിവസം സ്മൃതി പരുത്തിക്കാടും, ഞാൻ എടുത്തു പറയുന്നു, ദേശാഭിമാനിയിലും കൈരളിയിലും ജോലി ചെയ്തിട്ടുള്ള സ്മൃതി പരുത്തിക്കാടും പറഞ്ഞിട്ടുള്ളത്. രണ്ട് തരത്തിലാണ് ഇത് ഫോൾസ് ആവുന്നത്. ഒന്ന്, CH കണാരന്റെ 1957 ഇലക്ഷനിൽ ഇങ്ങനെ ചെയ്തു എന്നുള്ളത് വസ്തുതാ വിരുദ്ധമാണ്, അഥവാ അതിന്റെ തെളിവുകളൊന്നും നമ്മുടെ മുന്നിലില്ല, ചരിത്ര വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത്. അത് ഒന്നാമത്തെ പ്രശ്നം. അതിനേക്കാൾ ഭീകരമായ കാര്യം, എന്തിനു വേണ്ടി, എന്ത് പോയിന്റ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവരിത് പറയുന്നത് എന്നുള്ളതാണ്. അതായത് മുരളീധരനാണ് ഇപ്പോഴും കെ മുരളീധരനാണ് വടകരയിലെ MP. മുരളീധരനെ നേരിടാൻ വേണ്ടിയിട്ടാണ് KK ശൈലജ ടീച്ചർ CPM-ന്റെ LDF-ന്റെ കാൻഡിഡേറ്റ് ആയിട്ട് അവിടെ വരുന്നത്. ഇവർ രണ്ടുപേരുമാണ് എന്ന് പറയുന്ന സമയത്ത് ഇല്ലാതിരുന്ന പല ഘടകങ്ങളും പല ആർഗ്യുമെന്റ്സും ഇലക്ഷൻ ഡിബേറ്റിലേക്ക് വരുന്നത് ഷാഫിയുടെ വരവോടുകൂടിയാണ്. ഹലോ, കേൾക്കാമോ? കേൾക്കാം പ്രേംകുമാർ, പറഞ്ഞു. യെസ്, അതായത് ഷാഫി വടകരയിൽ ഇറങ്ങുന്നത് പോലും ഞാൻ വടകരയുടെ പുയ്യാപ്ലയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതായത് ഷാഫിയുടെ ക്യാമ്പയിൻ തുടങ്ങുന്ന സമയം മുതലാണ് KK ശൈലജ ടീച്ചർ മുസ്ലിം വിരുദ്ധയാണ് എന്നുള്ള ഒരു ക്യാമ്പയിൻ അവിടെ നടക്കുന്നത്. കാന്തപുരത്തിന്റെ ലെറ്റർ ഹെഡ് ഫോർജ് ചെയ്തുകൊണ്ടുള്ള പ്രചരണങ്ങൾ നടക്കുന്നത്. പിന്നെ ഒരു പക്ഷേ അതിന്റെ സെക്കൻഡ് സ്റ്റേജിലോ തേർഡ് സ്റ്റേജിലോ ലോക്കൽ ലെവലിലോ ഒക്കെ പരസ്പരം അത്തരത്തിലുള്ള ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഉണ്ടായിട്ടുണ്ടാവാം. വടകരയിലെ ആ ഇലക്ഷൻ ക്യാമ്പയിൻ അതിനകത്തൊരു വർഗീയ കളർ കൊടുത്തിട്ടുള്ളത് വളരെ കൃത്യമായ തെളിവുകൾ വെച്ചിട്ട് അറിയാം. അത് UDF-ന്റെ ക്യാമ്പാണ്, ലീഗിന്റെ നേതൃത്വത്തിൽ UDF-ന്റെ ക്യാമ്പാണ് അത് ചെയ്തിട്ടുള്ളത്. അറസ്റ്റ് ചെയ്യപ്പെട്ടതെല്ലാം ലീഗുകാരാണ്. അപ്പം ഇവർ ചർച്ച ചെയ്യുന്ന പ്രശ്നം വടകരയിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ വർഗീയ പരാമർശങ്ങൾ തുടങ്ങിയത് ആരാണ് എന്നുള്ളതിൽ CPM ആണ് തുടങ്ങിയത് എന്ന് പറയണം ദാവൂദിനും സ്മൃതി പരുത്തിക്കാടിനും. അതിനു വേണ്ടിയിട്ട് അവർ പോകുന്നത് ശൈലജ ടീച്ചറുടെ നോമിനേഷൻ അല്ലെങ്കിൽ ശൈലജ ടീച്ചറുടെ കാൻഡിഡേച്ചർ പ്രഖ്യാപിച്ച ആ സമയം മുതലല്ല. 1957 ഇതേ മേഖലയിൽ മത്സരിക്കുന്ന സമയത്ത് CPM ഇത് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് CPM ആണ് ഇത് തുടങ്ങിയത്. അത് എന്ത് വൃത്തികെട്ട ലോജിക്കാണെന്നറിയോ, എന്ത് അസത്യമായ ലോജിക്കാണെന്നറിയോ? കാരണം ഇത് വളരെ ഇതൊരു ജേർണലിസ്റ്റ് പറയുന്നതിനേക്കാൾ കൂടുതൽ വളരെ വ്യക്തിപരമായിട്ടുള്ള ഒരു ആക്ഷേപമാണെന്നുള്ളതോട് ഞാൻ പറയട്ടെ. നമുക്കറിയാം ഇത് ആളുകൾ കൂടുതൽ ശ്രദ്ധിച്ചത് കാരണം മീഡിയ വണ്ണിലെ ഔട്ട് ഓഫ് ഫോക്കസ് എന്നുള്ള പരിപാടിയിൽ ഏത് തരം പൊളിറ്റിക്സ് ആണ് അവര് അതിലൂടെ കടത്തിവിട്ടത് നമുക്കറിയാം. അതുകൊണ്ട് ആളുകൾ അതിന് ആ രീതിയിൽ എടുക്കുള്ളൂ. പക്ഷെ അതുപോലെ അല്ല റിപ്പോർട്ടർ ചാനലിലെ എഡിറ്റേഴ്സ്, അവർ നമീത് എഡിറ്റേഴ്സ് ഉള്ളത്. അവിടെ പറയുന്നതിന് കുറച്ചുകൂടെ ആധികാരികത ഉണ്ട് എന്നാണ് നമ്മളുടെ ഒരു വിചാരം. ഇപ്പം കണ്ണൂരിൽ വെച്ച് നടന്ന CPM-ന്റെ പാർട്ടി കോൺഗ്രസിനോടനുബന്ധിച്ച് നടന്ന മീഡിയ സെമിനാറിൽ ക്ഷണിക്കപ്പെട്ട അതിഥിയായിരുന്നു ഇതേ സ്മൃതി പരുത്തിക്കാട്. CPM-ന്റെ കേസിൽ പറയുന്ന CH കണാരനെ പറ്റിയുള്ള ലോജിക് വെച്ചാൽ ഉണ്ടാവുന്ന വലിയൊരു പ്രശ്നം എന്താ, ഇതേ ലോജിക് അപ്ലൈ ചെയ്താൽ ഈ മാഡം ദേശാഭിമാനിയിൽ ജോലിക്ക് കയറുന്നത് സിദ്ധാർത്ഥൻ പരുത്തിക്കാട് എന്നുള്ള അവരുടെ പിതാവ് CPM-ന്റെ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്ന അതിപ്പോഴും ആയിട്ടുള്ള ഇടതുപക്ഷക്കാരനായിട്ട് സാഹിത്യകാരനായിട്ടുള്ള ആളുടെ ബന്ധം വെച്ചിട്ടാണ് അവര് ദേശാഭിമാനിയിൽ ജോലിക്ക് കയറുന്നത്. അതിനുശേഷം അവർ മീഡിയ വണ്ണിൽ പത്രപ്രവർത്തകയാവുന്നുണ്ടോ എക്സിക്യൂട്ടീവ് എഡിറ്റർ ആവുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ആ സമയമാകുമ്പോഴേക്കും സ്മൃതി പരുത്തിക്കാടിന്റെ പിതാവ് ജമാഅത്ത് ഇസ്ലാമി ആയിട്ടുണ്ട് എന്നല്ലല്ലോ. അതായത് 1957 CH കണാരന്റെ ഇലക്ഷനോടനുബന്ധിച്ച് ഇങ്ങനെ പോസ്റ്റർ ഒട്ടിച്ചിരുന്നു എന്ന് തന്നെ വെക്കുക. അങ്ങനെയാണെങ്കിൽ പോലും ഇവർ സമർത്ഥിക്കാൻ ശ്രമിക്കുന്ന കാര്യം ശരിയാവില്ലല്ലോ. ഇവിടെ വിഷയം എന്താണ്? വടകരയിലെ ഇലക്ഷൻ കോണ്ടെക്സ്റ്റിൽ ഈ വർഗീയ പരാമർശങ്ങളും വിഷങ്ങളും ആരാണ് കൊണ്ടുവന്നത്, ആരാണ് തുടങ്ങിയത്, ആരാണത് അപകടകരമായ രീതിയിൽ ഉപയോഗിച്ചിട്ടുള്ളത്, അതിന് കൃത്യമായിട്ടുള്ള ഫാക്ട്സ് ആണ് വെരിഫൈ ചെയ്യേണ്ടത്. ആ ഫാക്ട്സ് വെരിഫൈ ചെയ്താൽ കൃത്യമായിട്ട് അറിയുന്നത് UDF ഗ്യാങ് ആണ് ചെയ്തിട്ടുള്ളത്, UDF ഗ്യാങ് ആണ് തുടങ്ങിയിട്ടുള്ളത്. കാരണം മലബാറിൽ ഒരു ലോക്സഭാ സീറ്റിൽ ഒരു മുസ്ലിം കാൻഡിഡേറ്റ് ഉണ്ടാവണമെന്നുള്ളത് നമുക്കറിയാം. UDF-ന്റെ അകത്ത് ലീഗിന്റെ ആവശ്യമായിരുന്നു. അതിൽ തെറ്റില്ല, അതിൽ യാതൊരു തെറ്റുമില്ല.
ഈ നടക്കുന്ന ഇലക്ഷനിൽ സ്വാഭാവികമായിട്ടും മുസ്ലിം നാമധാരികളായിട്ടുള്ള ആളുകൾ, മുസ്ലിം മതവിശ്വാസികളായിട്ടുള്ള ആളുകൾ, ന്യൂനപക്ഷ വിശ്വാസികളായിട്ടുള്ള ആളുകൾ ലോക്സഭയിൽ അവരുടെ പ്രാതിനിധ്യം കൂട്ടുന്നത് നല്ലതാണ്. പക്ഷേ ഇലക്ഷന്റെ അകത്ത് ഇങ്ങനെ ഒരു എന്താ പറയാ ഒരു സ്പ്ലിറ്റ് പോളിസി കൊണ്ടുവരികയും അത് അപകടകരമായ രീതിയിൽ കളിക്കുകയും ചെയ്ത UDF ആണ്. ഇതിനെ എതിർക്കാൻ വേണ്ടിയിട്ടാണ് ഇവര് 57-ലെ കള്ളക്കഥ പറഞ്ഞു കൊണ്ടുവരുന്നത്. ഈ എഡിറ്റേഴ്സ് അവരിലായിരുന്നാലും എന്താ പറയാ ഔട്ട് ഓഫ് ഫോക്കസിലായിരുന്നാലും ഒരു വിശ്വാസ്യത ഉണ്ടെന്നൊക്കെ നമ്മൾ കരുതിയിരുന്ന ചർച്ചാ സന്ദർഭങ്ങൾ പോലും എങ്ങനെ ഇടതു വിരുദ്ധരായ ആളുകൾ എന്താ പറയാ അത് ഒരു കൊട്ടേഷൻ എടുത്തതുപോലെ അത് മോഷ്ടിച്ചു കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളതിന്റെ ഒരു തെളിവും കൂടിയാണത്. ഇവരെ പച്ചയ്ക്ക് ചോദ്യം ചെയ്യാന്നുള്ളത് തന്നെയാണ് ഇവിടെയും. കൈരളി ഇന്നെങ്കിലും ഇതിനെപ്പറ്റി ചർച്ച നടത്തിയത് സന്തോഷമുണ്ട് സത്യം. കാരണം ആദ്യം തന്നെ ഇത് വെളിച്ചത്ത് കൊണ്ടുവന്നത് സോഷ്യൽ മീഡിയ ആയിരുന്നു, ഫേസ്ബുക്കിലും അങ്ങനെ ആ പ്ലാറ്റ്ഫോമിലായിരുന്നു. DYFI ഇത് ഇപ്പോഴെങ്കിലും ഏറ്റെടുത്തു എന്നുള്ളതിലും സന്തോഷമുണ്ട്. ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്, അറിയേണ്ടതും. തീർച്ചയായും. വളരെ നന്ദി ഡോക്ടർ പ്രേംകുമാർ ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന്.